ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഹോണ്ട അമേസ് 2013 മോഡൽ. ഈ ഒരു വാഹനത്തിന് ഡീസൽ വേരിയൻ്റ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ലീക്കാണ്. എഞ്ചിൻ ഓയിൽ നല്ല ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഗിയർ ബോക്സിൻ്റെ അടിസൈഡിൽ നിന്നാണ് ഓയിൽ ഇട്ടിട്ട് വീണുകൊണ്ടിരിക്കുന്നത്. അത് ക്രാങ്ക് ബാക്ക് ഓയിൽ സീൽ പോയതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കി, അതുപോലെ തന്നെ ക്ലച്ച് ഇളക്കണം, ഫ്ലൈ വീൽ ഇളക്കണം, എന്നിട്ട് നമുക്ക് സീൽ ഓയിൽ സീൽ മാറാൻ പറ്റത്തുള്ളൂ. വണ്ടി റൈസ് ചെയ്യുമ്പോഴും ലീക്ക് കൂടിക്കൊണ്ടിരിക്കും. വണ്ടി റൈസ് ചെയ്തോ, കണ്ടോ, നല്ല ലീക്കാണ്, ഒരു രക്ഷയില്ലാത്ത ലീക്കാണ്. ഓഫ് ചെയ്തോ. ഫ്ലൈ വീൽ നമ്മൾ ഇളക്കിയായിരുന്നു. ഫ്ലൈ വീൽ ഇളക്കി ഈ കാണുന്ന ക്രാങ്ക് റിയർ സീലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രാങ്ക് റിയർ സീൽ മാറണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓയിൽ ഡമ്മി ഉണ്ട് കേട്ടോ. ഈ ഓയിൽ ഡമ്മിയാണ് ഓവറായിട്ട് ലീക്ക്. നമുക്ക് ഇതിൻ്റെ കേസിങ് ഓയിൽ സീൽ അടക്കം നമ്മൾ ഇളക്കി എടുത്തായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്ന സീലാണ് മെയിനായിട്ടുള്ള വിഷയം. സീൽ ഹാർഡാണ്. അതിനോടൊപ്പം ഡമ്മിയും ഒരു 80% ഡമ്മി, സീലൊരു 20% ലീക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഡമ്മിയാണ് മെയിനായിട്ടുള്ള അത് നമ്മൾ ഫ്ലൈ വീൽ ഇളക്കി, ക്ലച്ച് ഇളക്കി. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാണുന്ന ഡമ്മിയാണ് വില്ലൻ, ഓയിൽ ലീക്ക് വില്ലൻ ഡമ്മി കണ്ടോ. ഈ ഡമ്മിയാണ് ലൂസാണ് കേട്ടോ. ഇതിനകത്ത് കിടന്ന് ആടി കളിക്കണം കണ്ടോ. ഈ ലൂസ് കാരണം ഇതിൻ്റെ ഓറിങ്, ഇതിനകത്തുള്ള ഓറിങ് ഹാർഡായാണ് ലൂസ് വന്നത്. അതുവഴി ഓയിൽ ലീക്കായി പടന്ന് പഠിച്ച് അതുപോലെ ലീക്കായി ഓരോ സ്റ്റാർട്ടിങ് സമയത്ത് പൈപ്പ് തുറന്ന് വിടുന്ന രീതിയിലാണ് ഓയിൽ വീഴുന്നത്. ഈ ഭാഗത്തോട് താഴോട്ട് ഗിയർ ബോക്സിൻ്റെ അടി സൈഡിലോട്ട് വരും. അതായത് ലൂസാണ് കേട്ടോ, ഭയങ്കരമായിട്ടുള്ള ലൂസാണ്. വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള കേസിംഗ് ആണ് നേരത്തെ കാണിച്ചത്. അത് ലോക്കായി നിൽക്കും ബോൾട്ടിൽ. അപ്പം ഇതിൽ വരുന്ന ഓറിങ് ആണ് ലീക്ക് വരാൻ കാരണം കണ്ടോ. ഓറിങ് ഹാർഡായി, നമ്മൾ പിരിക്കാൻ പോലും പിരിങ്ങത്തില്ല, ഹാർഡായി. അതുകൊണ്ടാണ് ലീക്ക് വരാൻ കാരണം. സെറ്റായിട്ട് അങ്ങനെ ഡമ്മിയും അതുപോലെ തന്നെ സീലും നമ്മൾ അടിച്ചിട്ടുണ്ട്. സീലും കേസിംഗ് എല്ലാം കൂടി സെറ്റായിട്ട് നമ്മളെടുത്ത് പശയൊക്കെ വെച്ച് നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്.